ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ 5ാം ക്ലാസ്സിലെ ഉലൂമുദ്ദീന് നിങ്ങൾക്ക് എക്സാമിന് വരുന്നത് സെപ്റ്റംബർ അവസാനം വരെ എടുക്കേണ്ട സിലബസ് പ്രകാരം 11ാമത്തെ ചാപ്റ്റർ നൂറുള്ള എന്നത് വരെയാണ്. അപ്പോൾ അതുവരെയുള്ള ഒരു റിവിഷൻ ക്ലാസ്സും കുറച്ച് പാഠഭാഗങ്ങൾ ഉൾപ്പെടുത്തിയ ഒരു മോഡൽ ചോദ്യപേപ്പറുമാണ് നമ്മളിവിടെ നോക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം മാച്ച് ചെയ്യാനാണ്, ചേരുംപടി ചേർക്കാനാണ്. ബദർ യുദ്ധം നടന്നത് എന്താണ്? ഹിജ്റ 2-ാം വർഷം, ഹിജ്റ 2. അപ്പോൾ അവിടേക്ക് നമുക്ക് എഴുതാം. അടുത്ത ഫതഹ് മക്ക ഹിജ്റ 8-നാണ്. ഹിജ്റ 8-ന് ഫതഹ് മക്ക. ഹുദൈബിയ എന്താണ്? ഹിജ്റ 6-ാം വർഷം. ഹിജ്റ 6-ാം വർഷമാണ് ഹുദൈബിയ. 6 ഹുദൈബിയ കരാറ്. അടുത്തത് ഹജ്ജത്തുൽ വദാ, വിടവാങ്ങൽ ഹജ്ജ്, ഹിജ്റ 10. അപ്പം അത് നിങ്ങൾക്ക് പാഠഭാഗത്തിൽ വന്നു തന്നെയാണ്, അപ്പം അത് മനസ്സിലാക്കണം. അപ്പം അതിൽ ഉഹുദ്, അസ്വത്തുൽ ഹന്തക്ക് അതൊക്കെ വരുന്നുണ്ട്. പിന്നെന്താണ്? ബ്രാക്കറ്റിൽ നിന്ന് ശരിയുത്തരം തിരഞ്ഞെടുക്കണം. മദീനയിലെത്തിയ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാപ്പ് പറഞ്ഞ ഖുറൈശി നേതാവ് ആരായിരുന്നു? മാപ്പ് പറഞ്ഞത് അബൂ സുഫിയാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് മാപ്പ് പറഞ്ഞത്. ഹുദൈബിയ സന്ധിയിലെ വ്യവസ്ഥകൾ പാലിക്കാൻ അവർ തയ്യാറായില്ല. ഖുറൈശികൾ അവർ അധികം വൈകാതെ സന്ധി വ്യവസ്ഥകൾ ലംഘിച്ചു. കരാർ ലംഘനത്തിൽ ഖുറൈശി പ്രമുഖർക്ക് ജാള്യതയും ഭയവും ഉണ്ടായി. അവരുടെ നേതാവായ അബൂ സുഫിയാൻ മദീനയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാപ്പ് ചോദിച്ചു. വഞ്ചകരായ മുശ്രിക്കുകൾക്ക് വഴങ്ങേണ്ടതില്ലെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിച്ചു. അങ്ങനെയാണ് മക്ക ഫതഹ് യുദ്ധം ഉണ്ടാകുന്നത്. അടുത്തത് എന്താണ്? മക്കയുടെ ഡാഷ് ഭാഗത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും മദീനയിൽ പ്രവേശിച്ചു. ഏത് ഭാഗത്തുകൂടെയാണ്? മുഗൾ ഭാഗത്തുകൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സംഘവും പ്രവേശിച്ചത്. മക്കയുടെ അടുത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈന്യത്തെ 2ആയി തിരിച്ചു. ഒന്നിന്റെ നേതൃത്വം സ്വയം ഏറ്റെടുത്തു, മറ്റേതിന്റെ നേതൃത്വം ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യത്തെ അവർ എതിർത്തെങ്കിലും അവരെയെല്ലാം പരാജയപ്പെടുത്തി അദ്ദേഹവും സംഘവും മക്കയുടെ താഴ്ഭാഗത്തു കൂടിയാണ് അവിടേക്ക് പ്രവേശിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടെയുള്ളവരും മുകൾ ഭാഗത്തുകൂടി മക്കയിലേക്ക് പ്രവേശിച്ചു. അടുത്തത്, ഏറ്റവും കൂടുതൽ കരുണ കാണിക്കേണ്ടത് ആരോടാണ്? മാതാപിതാക്കളോടാണ് ഏറ്റവും കൂടുതൽ കരുണ കാണിക്കേണ്ടത്. ഹിജ്റ 6-ാം വർഷം നടന്ന ഉംറ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എത്ര സഹാബികൾ ഉണ്ടായിരുന്നു? ഹിജ്റയുടെ 6-ാം വർഷം കഅബ തവാഫ് ചെയ്യാനും പുണ്യ ഹറമിൽ സുജൂദ് ചെയ്യാനും ആഗ്രഹിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും 1500 സഹാബികളും മക്കയിലേക്ക് പുറപ്പെട്ടു. 1500 സഹാബികളാണ്. അപ്പം അത് നമുക്ക് അവിടേക്ക് എഴുതാം. അപ്പോൾ 1500 സഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് പുറപ്പെട്ടു. നിരായുധരായി ആരാധന മാത്രം ലക്ഷ്യം വെച്ചായിരുന്നു ആ യാത്ര. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബികളെയും മക്കയിൽ പ്രവേശിക്കാൻ ഖുറൈശികൾ അനുവദിച്ചില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും ഹുദൈബിയയിൽ ക്യാമ്പ് ചെയ്തു. ഖുറൈശികൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും ഇടയിൽ സംഭാഷണം നടന്നു. അത് ഹുദൈബിയ സന്ധി എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക പാഠത്തുനിന്ന്. 5ാമത്തെ പാഠമാണ്. അടുത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്ര ഹജ്ജ് നിർവഹിച്ചു? ഒറ്റ ഹജ്ജാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചത്, 1. അപ്പോൾ അത് എഴുതുക. ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ഫതഹ് മക്ക ദിവസം കഅബയുടെ മുകളിൽ കയറി ബാങ്ക് ആരായിരുന്നു? ബിലാൽ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് കഅബയുടെ മുകളിൽ കയറി അദാൻ മുഴക്കാൻ നിർദ്ദേശിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാമിക വിജയം പ്രഖ്യാപിച്ചു. അവർ കഅബയും പരിസരവും ശുദ്ധീകരിച്ചു. ആരാണ് ബിലാൽ റളിയല്ലാഹു അൻഹു? എത്യോപ്യക്കാരനായ കറുത്ത അടിമ. മുസ്ലിമായതിൻ്റെ പേരിൽ കടുത്ത പീഡനം ഏൽക്കേണ്ടി വന്ന ആദ്യ മുസ്ലിമുകളിൽ ഒരാൾ. വിശ്വാസത്തിൻ്റെ ഉരുക്കു മനുഷ്യൻ എന്നൊക്കെ അറിയപ്പെടുന്നവരാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. അടുത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കൂ
എന്ന് പറഞ്ഞപ്പോൾ പള്ളിയുടെ പുറത്തിരുന്ന സഹാബി ആരായിരുന്നു? ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ആണ്. മസ്ജിദ് നബവിയിലേക്ക് വരികയായിരുന്നു. പള്ളിയുടെ പുറത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്യരോട് ഇരിക്കൂ എന്ന് പറയുന്നത് അദ്ദേഹം കേട്ടു. ഇത് കേട്ട അദ്ദേഹം താൻ എത്തിയ സ്ഥലത്ത് തന്നെ ഇരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അദ്ദേഹം ആദരിച്ചതാണ്. അപ്പം അത് മനസ്സിലാക്കുക. ഇബ്നു റവാഹ അതാണ് എഴുതേണ്ടത്. അടുത്തതെന്താണ്? വിചാരണ ശേഷം കർമ്മങ്ങൾ ഡാഷിൽ തൂക്കും. എവിടെയാണ് തൂക്കുക? മീസാനിൽ. വിചാരണ ശേഷം കർമ്മങ്ങൾ മീസാനിൽ തൂക്കും. അപ്പോൾ അവിടെ മീസാൻ എഴുതാം. ഹുദൈബിയ സന്ധിയിൽ എത്ര വ്യവസ്ഥകൾ ഉണ്ടായിരുന്നു? എത്ര വ്യവസ്ഥകളായിരുന്നു? 4 വ്യവസ്ഥകളായിരുന്നു ഹുദൈബിയ സന്ധി. അപ്പം 4 വ്യവസ്ഥകൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. 5 വരി കുറയാതെ എഴുതാൻ വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. ഉംറ ചെയ്യാതെ മുസ്ലിങ്ങൾ മടങ്ങിപ്പോകണം. അടുത്ത വർഷം വന്ന് ഉംറ ചെയ്യാം. അപ്പോൾ 3 ദിവസം മക്കയിൽ താമസിക്കാം. 3 ദിവസം. എത്ര ദിവസം മക്കയിൽ താമസിക്കാം എന്നാണ്? 3 ദിവസം മക്കയിൽ താമസിക്കാം. 10 വർഷം ഖുറൈശികളും മുസ്ലിങ്ങളും തമ്മിൽ യുദ്ധം പാടില്ല. മുസ്ലിമായി മദീനയിലേക്ക് വരുന്നവരെ തിരിച്ചയക്കണം. മദീനയിൽ നിന്ന് മക്കയിലേക്ക് വരുന്നവരെ തിരിച്ചയക്കില്ല. മുസ്ലിങ്ങൾക്കും ഖുറൈശികൾക്കും ആരോട് വേണമെങ്കിലും സഖ്യമാകാം. ഇതായിരുന്നു ഹുദൈബിയയിലെ വ്യവസ്ഥകൾ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. അടുത്തതെന്താണ്? കാല് മുറിക്കാൻ, മദ്യം കഴിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചപ്പോൾ തയ്യാറാകാതിരുന്ന താബികളിലെ പ്രമുഖൻ ആരായിരുന്നു? ഉർവത്ത് ബിൻ സുബൈർ. താബികളിൽ പ്രമുഖനായിരുന്നു ഉർവത്ത് ബിൻ സുബൈർ. അദ്ദേഹത്തിൻ്റെ കാലിന് പരുക്കുപറ്റി. കാല് മുറിക്കാൻ, മദ്യം കഴിക്കാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു. എന്നാൽ അദ്ദേഹം പറഞ്ഞെന്താണ്? എൻ്റെ സുഖത്തിന് വേണ്ടി ഞാൻ ലഹരിയുടെ സഹായം തേടുകയില്ല. ഞാൻ ദിക്റ് ചൊല്ലാം, നിങ്ങൾ കാൽ മുറിച്ചോളൂ. ഉർവത്ത് റളിയല്ലാഹു അൻഹു പറഞ്ഞു. അപ്പോൾ മനസ്സിലാക്കുക. ഇനി അടുത്ത ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. ബദറിൽ പങ്കെടുത്തവരുടെ സ്ഥാനത്തെക്കുറിച്ച് ജിബ്രീൽ അലൈഹി ഇസ്ലാമിൻ്റെ ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി എന്തായിരുന്നു? ബദറിൽ പങ്കെടുത്തവർ അവർ മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. അല്ലാഹു തആല അവർക്ക് വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ പേരുകൾ എഴുതി നാം ബർക്കത്തെടുക്കുന്നു. അവരെ തവസ്സിലാക്കി നാം ദുആ ചെയ്യുന്നു. അവർ മുസ്ലിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. ഇതാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. മനസ്സിലാക്കുക. അടുത്തത് ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവർ ആരൊക്കെയാണ് ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നത്? അമ്പിയാക്കളും അള്ളാഹു പ്രത്യേകം ആദരിച്ചവരും ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കും. അമ്പിയാക്കളും അള്ളാഹു പ്രത്യേകം ആദരിച്ചവരും ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കും. അതുപോലെ ഖബറിൽ ചോദ്യമുണ്ടാവുകയില്ല. ആർക്ക് എന്ന് ചോദ്യം വന്നാൽ നമ്മൾ എന്ത് എഴുതാം? ശുഹദാക്കൾ, കുട്ടികൾ എന്നിവർക്ക് ചോദ്യമുണ്ടാവില്ല. സൂറത്തുൽ മുൽക്ക് പതിവായി ഓതുന്നവർക്കും മരണരോഗത്തിൽ 100 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവർക്കും വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ടവർക്കും ഖബറിലെ പ്രയാസങ്ങൾ ലഘുവാക്കും. അപ്പോൾ ഇവിടെ ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കുന്നവർ ആരാണെന്ന് വെച്ചാൽ ശുഹദാക്കൾ, കുട്ടികൾ എന്നിവർക്ക് ചോദ്യമുണ്ടാവുകയില്ല. മനസ്സിലാക്കുക. അതുപോലെ ഖബറിലെ പ്രയാസങ്ങൾ ലഘുവാക്കും ആർക്ക് എന്ന് വെച്ചാൽ സൂറത്തുൽ മുൽക്ക് പതിവായി ഓതുന്നവർക്കും മരണരോഗത്തിൽ 100 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നവർക്കും വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരണപ്പെട്ടവർക്കും ഖബറിലെ പ്രയാസങ്ങൾ ലഘുവാക്കും. അപ്പോൾ അത് മനസ്സിലാക്കുക. അടുത്തെന്താണ്? മലക്കുകളുടെ ചോദ്യത്തിന് അവിശ്വാസിയുടെ മറുപടി എന്തായിരിക്കും? ഹാ ലാ അദിരി. അതാണ് അവിശ്വാസിയുടെ മറുപടി. ഹാ ലാ അദിരി, നാശം, എനിക്കറിയില്ല എന്നതാണ്. അടുത്തതെന്താണ്? മദ്യപാനം എല്ലാ തിന്മകളുടെയും മാതാവാണ്. എന്തുകൊണ്ടാണ് മദ്യപാനം എല്ലാ തിന്മകളുടെയും മാതാവാണെന്ന് പറയുന്നത്? മദ്യം നിഷിദ്ധമാണ്. അത് എല്ലാ തിന്മകളുടെയും മാതാവാണ്. അതിലൂടെ ബുദ്ധി, അഭിമാനം, സമ്പത്ത്, ആരോഗ്യം ഇവയെല്ലാം നഷ്ടപ്പെടും. കുടുംബബന്ധം തകരും. മാരകമായ രോഗങ്ങൾ വരാനും ജീവിതം നഷ്ടപ്പെടാനും അത് കാരണമാകും. അപ്പോൾ അത് നിങ്ങൾ 4ാമത്തെ പാഠം അതിൽ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അടുത്തതെന്താണ്? ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്താണ് ഖുറൈശികളോട് പറഞ്ഞത്?
അള്ളാഹുവാണ് സത്യം. ജനങ്ങളെ, ഞാൻ കിസ്ര രാജാവിനെ സന്ദർശിച്ചിട്ടുണ്ട്, കൈസർ രാജാവിനെയും സന്ദർശിച്ചിട്ടുണ്ട്, പല രാജാക്കന്മാരുടെയും സദസ്സിൽ ചെന്നിട്ടുണ്ട്. എന്നാൽ മുഹമ്മദ് നബിയെ അനുയായികൾ ആദരിക്കുന്നത് പോലെ ഒരു രാജാവിനെയും അനുയായികൾ ആദരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി ഖുറൈശികളോട് പറഞ്ഞത്. അടുത്തെന്താണ്? ഖബറിലെ പ്രയാസങ്ങൾ ലഘുവാക്കപ്പെടുന്നവർ ആരൊക്കെ? അപ്പൊ അത് നമ്മൾ നേരത്തെ പറഞ്ഞു, മനസ്സിലാക്കാം. അടുത്തെന്താണ്? മക്ക വിജയത്തിന് ശേഷം പ്രതികാരം പ്രതീക്ഷിച്ച ഖുറൈശികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം എന്തായിരുന്നു? കഅബയുടെ വാതിലിൽ കയറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? അവിടുന്ന് ഖുറൈശികളോട് ചോദിച്ചു, നിങ്ങൾ എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? അവർ പറഞ്ഞു, താങ്കൾ ഉത്കൃഷ്ട സ്വഭാവിയും ഉദാരനായ പിതാവിൻ്റെ മകനുമാണ്, അങ്ങ് നല്ലതേ ചെയ്യൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, എൻ്റെ സഹോദരൻ യൂസുഫ് നബി അലൈഹി സ്വലാം പറഞ്ഞതുപോലെയാണ് എനിക്കും പറയാനുള്ളത്. ലാ തസ്രീബ അലൈക്കും യൗമ ഇദ്ഹബു ഫഅൻതും തുലക്കാ. പ്രതികാരമില്ല, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ മോചിതരാണ്. അപ്പോൾ ഇവിടെ മക്ക വിജയത്തിന് ശേഷം പ്രതികാരം പ്രതീക്ഷിച്ച ഖുറൈശികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം എന്തായിരുന്നു എന്ന് വെച്ചാൽ, എത്ര എഴുതാൽ മതി, പ്രതികാരമില്ല, നിങ്ങൾക്ക് പോകാം, നിങ്ങൾ മോചിതരാണ്. ഇതാണ് ഖുറൈശികളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അടുത്ത കുറിപ്പ് എഴുതാനാണ് ഹുദൈബിയ സന്ധി. അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അപ്പോൾ അത് മനസ്സിലാക്കി എഴുതുക. അപ്പോൾ ഞാൻ ഇവിടെ വന്നത് ഞാൻ കണ്ടിട്ട് ഇപ്പം കാണുന്നുള്ളൂ, അതാണ് നേരത്തെ പറഞ്ഞത്. അടുത്ത എന്താണ്? മഹ്ശറയിലെ ഭയാനകത. മഹ്ശറയിലെ ഭയാനകതയെ കുറിച്ചിട്ട് എഴുതണം. 7ാമത്തെ പാഠം. വസ്ത്രങ്ങളില്ലാതെ, പാദരക്ഷ ധരിക്കാതെ, ചേലാകർമ്മം ചെയ്യാതെ ജനങ്ങൾ മഹ്ശറയിൽ ഒരുമിച്ച് കൂടും. അന്ന് അതിഭീകരമായ ദിനമാണ്. ആരും പരസ്പരം നോക്കുകയില്ല. 3 സ്ഥലങ്ങളിൽ ആരും ആരെയും ഓർക്കുകയില്ല. മീസാനിൽ കനം തൂങ്ങുമോ കുറയുമോ എന്നറിയുന്നത് വരെ, കിതാബ് വലത് കൈയിലാണോ ഇടത് കൈയിലാണോ ലഭിക്കുന്നത് എന്നറിയുന്നത് വരെ, സിറാത്ത് വിട്ട് കടക്കുന്നത് വരെ ആരും ആരെയും ഓർക്കുകയില്ല. വിചാരണയ്ക്ക് ശേഷം അമലുകൾ മീസാനിൽ തൂക്കും. നന്മകൾ മുൻതൂക്കമായവർ സിറാത്ത് കടന്ന് സ്വർഗത്തിൽ പ്രവേശിക്കും. ചിലർ മിന്നൽ വേഗത്തിൽ കടന്നു പോകും, ചിലർ കാറ്റിൻ്റെ വേഗതയിൽ കടന്നു പോകും, ചിലർ ഓടുന്ന വേഗതയിൽ, ചിലർ നടക്കുന്ന വേഗതയിൽ, മുട്ടിൽ എഴിഞ്ഞ്. അപ്പോൾ ആ പാഠത്തിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ മഹ്ശറയിലെ ഭയാനകതയെ കുറിച്ചിട്ട് എഴുതാം. അതുപോലെ തന്നെ അപ്പം ഇതുപോലെ കുറിപ്പെഴുതാനായിട്ട് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് എങ്ങനെ? 1ാമത്തെ പാഠത്ത് പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുക, അവിടുത്തെ തിരുസുന്നത്തിനെ സംരക്ഷിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ സ്ഥാനം മനസ്സിലാക്കുക, അവിടുത്തെ സുന്നത്തിനെ പിന്തുടരുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രചരിപ്പിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇഷ്ടപ്പെടുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മദ്ഹ് ചെയ്യുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക തുടങ്ങിയവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹപ്രകടനത്തിൻ്റെ പ്രധാന വശങ്ങളാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അതുപോലെ സഹാബികളുടെ പ്രവാചക സ്നേഹത്തെ കുറിച്ചിട്ടാണ് നമ്മൾ 1ാമത്തെ പാഠത്ത് പറയുന്നത്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂനു അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. മാതാപിതാക്കൾ, സന്താനങ്ങൾ, ജനങ്ങൾ എന്നിവരെക്കാളെല്ലാം എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങളാരും സത്യവിശ്വാസിയാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. സഹാബികൾ ഇത് ജീവിതത്തിൽ പകർത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അളവ് വിടാതെ പിന്തുടരാൻ പ്രവാചക സ്നേഹം അവരെ പ്രേരിപ്പിച്ചു. സഹാബത്തിന് പ്രവാചകരോടുള്ള സ്നേഹത്തിനൊരു ഉദാഹരണം എഴുതാൻ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും സൗർ ഗുഹയിലെത്തിയ ആ ചരിത്രം നമ്മൾ പാഠഭാഗത്ത് പഠിച്ചിരുന്നു. അപ്പം അത് എഴുതാം. അതുപോലെ ഇബ്നു റവാഹ മസ്ജിദിലേക്ക് വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദസ്യരോട് ഇരിക്കൂ എന്ന് പറഞ്ഞപ്പോഴുണ്ടായ ആ ചരിത്രവും മനസ്സിലാക്കാം. അപ്പം അതൊക്കെ മനസ്സിലാക്കി പഠിക്കാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒളു എടുക്കുന്ന വെള്ളം കിട്ടാൻ സഹാബികൾ തിക്കും തിരക്കും കൂട്ടിയിരുന്നു. ആ വെള്ളം കൊണ്ടവർ ശരീരം മുഴുവനും തടവുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമിനീര് അവർ കൈകളിലെടുക്കുന്നു, ശരീരത്തിൽ പുരട്ടുന്നു, സംസാരം ശ്രദ്ധയോടെ കേൾക്കുന്നു. ബഹുമാനാധിക്യം കാരണം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെ നോക്കുക പോലുമില്ല.
അതേപോലെ രണ്ടാമത്തെ പാഠം ബദർ യുദ്ധത്തിൻ്റെ മറ്റൊരു പേരാണ് യൗമുൽ ഫുർഖാൻ. അപ്പം അത് മനസ്സിലാക്കുക. എന്താണ് ബദർ? എന്താണ്? ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ധർമ്മസമരമാണ് ബദർ. എന്തിനായിരുന്നു ബദർ? മക്ക മുശ്രിക്കുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും ക്രൂരമായി ഉപദ്രവിച്ചു, അക്രമം അഴിച്ചുവിട്ടു. സ്വസ്ഥമായി ജീവിക്കാൻ അനുവദിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ അവർ തീരുമാനിച്ചു. വസല്ലമയും സഹാബത്തും നാടും വീടും വിട്ടു മദീനയിലേക്ക് ഹിജ്റ പോയി. മുഹാജിറുകളുടെ സമ്പത്ത് മുശ്രിക്കുകൾ കൈക്കലാക്കി. മദീനയെ ആക്രമിക്കാൻ ആയുധങ്ങളും സമ്പത്തുകളും ശേഖരിക്കാൻ തുടങ്ങി. കച്ചവടങ്ങളിലൂടെ നേടിയ ലാഭം അവർ അതിനുപയോഗിച്ചു. ഇതിനെ പ്രതിരോധിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികൾക്കും അനിവാര്യമായിരുന്നു. ഈ സന്ദർഭത്തിലാണ് ബദർ യുദ്ധം നടന്നത്. അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ പിടിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പുറപ്പെട്ടു. സംഘത്തിൽ 313 പേരുണ്ടായിരുന്നു. ബദറിൽ പങ്കെടുത്തവർ 313 പേരായിരുന്നു. അബൂജഹലിന്റെ നേതൃത്വത്തിൽ സർവായുധ സജ്ജരായ 1000ഓളം യോദ്ധാക്കളുള്ള ഒരു സൈന്യമായിരുന്നു മുശ്രിക്കുകളുടേത്. ഹിജ്റ 2-ാം വർഷം റമളാൻ 17-ന് ബദറിൽ വെച്ച് ഇരു സംഘവും ഏറ്റുമുട്ടി. അടിയുറച്ച വിശ്വാസവും അല്ലാഹു തആലയുടെ സഹായവുമാണ് മുസ്ലിങ്ങൾക്ക് തുണയായത്. അവർ വൻ വിജയം നേടി. ബദറിൽ പങ്കെടുത്തവരാണ് ആര്? ബദരീങ്ങൾ. അവർക്ക് അല്ലാഹു തആല വലിയ സ്ഥാനം നൽകിയിട്ടുണ്ട്. 14 സഹാബികളാണ് ബദറിൽ ഷഹീദായത്. മുശ്രിക്കുകൾ 70 പേര് കൊല്ലപ്പെടുകയും 70 പേരെ തടവിലാക്കുകയും ചെയ്തു. അവസാനം അവർ പിന്തിരിഞ്ഞോടി. ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്ത സമരമായിരുന്നു ബദർ. സഹാബത്തിന്റെ കൈവശം മതിയായ ആയുധങ്ങളോ സന്നാഹങ്ങളോ ഉണ്ടായിരുന്നില്ല. ബദറിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിലേക്ക് കൈകൾ ഉയർത്തി എന്താണ് പ്രാർത്ഥിച്ചത്? അല്ലാഹുവേ, ഈ ചെറുസംഘം നശിക്കുകയാണെങ്കിൽ ഭൂമുഖത്ത് നിന്നെ ആരാധിക്കാൻ ആരുമുണ്ടാവുകയില്ല. ബദർ പന്തലിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റബ്ബിലേക്ക് കൈ ഉയർത്തി പ്രാർത്ഥിച്ചു. ഒരു സത്യവിശ്വാസിയുടെ ഖബറിന്റെ അവസ്ഥ എന്താവും? ഒരു അവിശ്വാസിയുടെ ഖബറിന്റെ അവസ്ഥ എന്തായിരിക്കും? അപ്പം അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. നിങ്ങൾ 3-ാമത്തെ പാഠത്ത് പറയുന്നുണ്ട്, മനസ്സിലാക്കുക. അടുത്ത എന്താണ്? 4-ാമത്തെ പാഠത്തിൽ താബികളുടെ പ്രമുഖനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ മദ്യപാനവും മറ്റു ലഹരി വസ്തുക്കളൊന്നും ഉപയോഗിക്കാൻ പാടില്ല. എല്ലാവിധ ലഹരി വസ്തുക്കളും വർജിക്കണം. മിഠായികളും പാനീയങ്ങളും ഭക്ഷ്യവസ്തുക്കളും ഒക്കെ ഉപേക്ഷിക്കണം. പിശാചിൻ്റെ പാനീയമാണ് മദ്യം. നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തവും ചലവും കലർന്ന കടുത്ത ദുർഗന്ധമുള്ള ദ്രാവകം നരകത്തിൽ മദ്യപാനിയെ കുടിപ്പിക്കും. എന്ത്? അപ്പോൾ എഴുതണം. നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന രക്തവും ചലവും കലർന്ന കടുത്ത ദുർഗന്ധമുള്ള ദ്രാവകം നരകത്തിൽ മദ്യപാനിയെ കുടിപ്പിക്കും. മനസ്സിലാക്കുക. അല്ലാഹു തആല നമുക്ക് നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള വിവേചന ശക്തി നൽകിയിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ച് നാം അതിനെ നശിപ്പിക്കരുത്. അൽ ഖൈറു ഉമ്മുൽ ഖബായിസ്. മദ്യം തിന്മകളുടെ മാതാവാണ്. അഞ്ചാമത്തെ പാഠത്തുനിന്ന് ഹുദൈബിയ സന്ധി നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഹിജ്റ 6-ാം വർഷം ആണ് ഹുദൈബിയ സന്ധി നടക്കുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെന്താണ്? ആറാമത്തെ പാഠം ഫതഹ് മക്ക വിജയം ലഭിച്ചതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? മക്ക പൂർണ്ണമായ മുസ്ലിങ്ങളുടെ അധീനതയിലായി. ഇത് ഹിജ്റയുടെ 8-ാം വർഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കോൽ വാങ്ങി കഅബ തുറന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും സഹാബികളും അകത്ത് കയറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശാനുസരണം കഅബക്ക് മുകളിൽ കയറി ബിലാൽ റളിയല്ലാഹു അൻഹു അദാൻ മുഴക്കി ഇസ്ലാമിക വിജയം പ്രഖ്യാപിച്ചു. അവർ കഅബയും പരിസരവും ശുദ്ധീകരിച്ചു. ജാഅൽ ഹഖു വസഹഖൽ ബാത്തിലു. സത്യം വന്നു, അസത്യം നശിച്ചു. മനസ്സിലാക്കുക. സിറാത്തിലൂടെ നാം എങ്ങനെയാണ് കടക്കുക അതിനെക്കുറിച്ച് അവിടെ പറയുന്നുണ്ട്. ചിലർ മിന്നൽ വേഗത്തിൽ പോകും,
ചില കാറ്റിൻ്റെ വേഗത്തിൽ, ചില കുതിരയുടെ വേഗത്തിൽ. അപ്പം നിങ്ങൾ 7ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്, ഒക്കെ മനസ്സിലാക്കുക. പിന്നെ ആർക്കാണ് ഹിസാബില്ലാത്തത്? അമ്പിയാക്കൾക്കും അള്ളാഹുത്താല പ്രത്യേകം ആദരിച്ചവർക്കും ഹിസാബില്ലാതെ സ്വർഗത്തിൽ കടക്കാം. അപ്പോൾ മനസ്സിലാക്കുക. അസ്സാഅത്തു അദ്ഹാ വഅമറു, അന്ത്യനാൾ അതിഭീകരമാണ്. അന്ത്യനാൾ അതിഭീകരമാണ്. 8ാമത്തെ പാഠം എന്താണ്? അള്ളാഹുത്താലാക്ക് 100 റഹ്മത്തുണ്ട്. അതിലൊരു റഹ്മത്ത് മാത്രമാണ് മനുഷ്യർക്കും ജിന്നുകൾക്കും നാൽക്കാലികൾക്കും ഇഴജന്തുക്കൾക്കും നൽകിയത്. ബാക്കി 99 റഹ്മത്ത് തൻ്റെ അടിമകൾക്ക് അന്ത്യനാളിൽ നൽകാൻ വേണ്ടി അള്ളാഹുത്താല നീക്കി വെച്ചതാണ്. ഒരു സ്ത്രീക്ക് തൻ്റെ കുഞ്ഞിനോടുള്ളതിനേക്കാൾ അള്ളാഹുത്താലക്ക് തൻ്റെ അടിമയോട് കരുണയുണ്ട്. ലോകത്തിന് കാരുണ്യവാനായിട്ട് മാത്രമാണ് അള്ളാഹുത്താല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിട്ടുള്ളത്. ഞാനും അനാഥകളെ സംരക്ഷിക്കുന്നവരും സ്വർഗത്തിൽ ഇപ്രകാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുവിരലും ചൂണ്ടുവിരലും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞത് അങ്ങനെയാണ്. പിന്നെന്താണ്? നാം ഏറ്റവും കൂടുതൽ കരുണ ചെയ്യേണ്ടത് നമ്മുടെ മാതാപിതാക്കളോടാണ്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ. ഛേ എന്ന് പോലും പറയരുത് മാതാപിതാക്കളോട്. അവരോട് മാന്യമായി സംസാരിക്കണം. അവർക്ക് കാരുണ്യത്തിൻ്റെ ചിറകുകൾ താഴ്ത്തി കൊടുക്കണം. റബ്ബേ, എന്നെ ചെറുപ്പത്തിൽ നന്നായി പോറ്റി വളർത്തിയതിനാൽ അവർക്ക് 2 പേർക്കും നീ കരുണ ചെയ്യണമേ എന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കുട്ടികൾ, വൃദ്ധന്മാർ, രോഗികൾ, മർദ്ദിതർ, പാവങ്ങൾ, വിധവകൾ, അനാഥകൾ തുടങ്ങിയവരോടെല്ലാം കാരുണ്യത്തോടെ വർദ്ധിക്കണം. അവരോട് നല്ല വാക്കുകൾ പറയണം, സഹായങ്ങൾ ചെയ്യണം. സ്വർഗപ്രവേശനത്തിന് ഇതെല്ലാം കാരണമാകും. സ്വർഗപ്രവേശനത്തിന് കാരണമാകും ഏതെല്ലാം? കുട്ടികൾ, വൃദ്ധന്മാർ, രോഗികൾ, ഇവരോടൊക്കെ കാരുണ്യത്തോടെ പെരുമാറുകയും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്താൽ സ്വർഗപ്രവേശനത്തിന് കാരണമാകും. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ലാ യദ്ഖുലുൽ ജന്നത ഇല്ലാ റഹീമുൻ. കരുണയുള്ളവർ മാത്രമേ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. അടുത്തതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ 10ാം വർഷം ഹജ്ജ് ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയ്ക്ക് ശേഷമുള്ള ആദ്യത്തെയും അവസാനത്തെയുമായ ഹജ്ജാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രാവശ്യമേ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കുക. 1,00,000-ലധികം സഹാബികൾ ഉണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ. അപ്പോൾ അവിടെ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പ്രഭാഷണം നടത്തി. അപ്പോൾ അവിടെ ഇവിടെ ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക ഈ സന്ദേശങ്ങൾ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ അവിടെ പറയുന്ന 14 കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അതിനെക്കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഭാഷണം എന്നതിനെക്കുറിച്ചിട്ട് ഹജ്ജത്തുൽ വദാ അതിനെക്കുറിച്ച് എഴുതാൻ വന്നാൽ അതൊക്കെ എഴുതാം. പിന്നെന്താണ്? മക്കയും മദീനയും ഇസ്ലാമിൻ്റെ കേന്ദ്രങ്ങളായി പ്രകാശിച്ചു. പിന്നെന്താണ്? ഇസ്ലാമിൻ്റെ സന്ദേശവുമായി സഹാബത്ത് ഇസ്ലാമിൻ്റെ സന്ദേശവുമായി വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഫലയുബല്യ ഷാഹിദുൽ ആയിബ്, അർത്ഥം എഴുതുക എന്ന് പറയും. ഇവിടെ ഹാജറുള്ളവർ ഇല്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കുക, മനസ്സിലാക്കുക. അതേമാതിരി ലില്ലുൽ അർഷ്, അർഷിൻ്റെ തണൽ ലഭിക്കുന്നവർ ആരാണ്? അർഷിൻ്റെ തണൽ ലഭിക്കുന്നവർ ഹൗദുൽ കൗസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൗദുൽ കൗസർ, അതിലെ പാനീയം പാലിനേക്കാൾ വെളുത്തതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമാണ്. അതിൽ നക്ഷത്രങ്ങൾ കണക്കെ കപ്പുകളുണ്ട്. അതിൽ നിന്ന് ഒരിക്കൽ കുടിച്ചാൽ പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്തനുസരിച്ച് ജീവിക്കുന്നവർക്ക് അത് ലഭിക്കും. കപട വിശ്വാസികൾക്കും അവിശ്വാസികൾക്കും പുത്തൻവാദികൾക്കും ഹൗദുൽ കൗസർ ലഭിക്കുകയില്ല. അപ്പം അത് മനസ്സിലാക്കുക. ഹൗദുൽ കൗസറിനെ കുറിച്ച് സൂര്യൻ 1 മൈൽ ദൂരത്ത് കത്തി നിൽക്കും മഹ്ശറയിൽ. ജനങ്ങളുടെ അമലുകളുടെ തോതനുസരിച്ച് വിയർപ്പിൽ മുങ്ങും. ചിലർ നെരിയാണി വരെ, ചിലർ മുട്ട് വരെ, ചിലർ വരെ, ചിലർ വായ വരെ, ചിലർ വിയർപ്പിൽ മുങ്ങിപ്പോകും. അപ്പോൾ മനസ്സിലാക്കുക. അർഷിൻ്റെ തണൽ ലഭിക്കുന്ന വിഭാഗങ്ങൾ പറയുന്നുണ്ട്. ആരൊക്കെയാണ്? നീതിമാനായ ഭരണാധികാരി, ആരാധനയിൽ വളർന്നു വന്ന യുവാവ്, പള്ളിയുമായി ആത്മബന്ധമുള്ള വ്യക്തി, അല്ലാഹുത്താലയുടെ പൊരുത്തത്തിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്നവർ, അല്ലാഹുത്താലയെ ഓർത്ത് കരയുന്നവർ,
കുലീനയും സുന്ദരിയുമായ സ്ത്രീ വ്യഭിചാരത്തിന് ക്ഷണിച്ചപ്പോൾ അല്ലാഹു തആലയെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞവർ, വളരെ രഹസ്യമായി സ്വതക്ക ചെയ്യുന്നവർ, ഇങ്ങനെയുള്ളവർക്കൊക്കെ അർഷിൻ്റെ തണൽ ലഭിക്കുന്നവരാണ്. ഒക്കെ അല്ലാഹു തആല അർഷിൻ്റെ തണൽ നൽകി ആദരിക്കും. 7 വിഭാഗത്തെയാണ് അല്ലാഹു തആല അർഷിൻ്റെ തണൽ നൽകി ആദരിക്കുക. ആ 7 വിഭാഗങ്ങളാണ് ഇവിടെ പറയുന്നത്. എല്ലാവരും ഒന്നായി മനസ്സിലാക്കി പഠിക്കുക. അന ഫറത്തുക്കും അലൽ ഹൗലുൽ കൗസറിനരികെ നിങ്ങളെ സ്വീകരിക്കാൻ ഞാൻ കാത്തു നിൽക്കും. ഹൗലുൽ കൗസറിനരികെ നിങ്ങളെ സ്വീകരിക്കാൻ ഞാൻ കാത്തു നിൽക്കും. നൂറുല്ലാഹി തആല, അല്ലാഹു തആലയുടെ നൂറ്. അല്ലാഹു തആലയുടെ നൂറാണെന്ത്? അറിവ്. ഇൽമ പഠിക്കുന്നവർക്ക് അല്ലാഹു തആല മഹത്തായ പദവി നൽകിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. അറിവ് തേടി പുറപ്പെടുന്നവന് അല്ലാഹു തആല സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കും. അറിവ് പഠിക്കുന്നവർക്ക് മലക്കുകൾ കാരുണ്യത്തിന്റെ ചിറക് വിരിച്ചു കൊടുക്കും. അവർക്ക് വേണ്ടി ആകാശഭൂമിയിലെ സകല ജീവികളും കടലിലെ മത്സ്യങ്ങൾ വരെ പൊറുക്കലിനെ തേടും. അറിവ് പഠിക്കുന്നതിന് വലിയ മഹത്വമുണ്ട്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നു, എന്താണ്? വതഅല്ലമുൽ ലിൽബാബി മിൻ ഇൽമിൻ ലഹു ഫളറുൻ അലാ മിഅത്തി റകഅത നാഫില. ഒരു അധ്യായം പഠിക്കല് 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമുള്ളതാണ്. 100 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വമാണ് ഒരു അധ്യായം പഠിക്കൽ. അത്രയും മഹത്വമുണ്ട് ഇൽമിന്. അപ്പം അത് മനസ്സിലാക്കാം. ഖുർആൻ അറിവിൻ്റെ കലവറയാണ്. ആദം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു തആല ഉന്നതനാക്കിയത് അറിവ് നൽകിയാണ്. അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിനെ ഉന്നതനാക്കിയത് അറിവ് നൽകിയാണ്. മനുഷ്യർക്ക് അല്ലാഹു തആല നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും മുഖ്യമായത് ഇൽമാണ്. ഇരുലോകത്തും നിലക്കാത്ത അനുഗ്രഹം ലഭിക്കുന്ന കർമ്മങ്ങളിൽ ഒന്നാണ് അറിവ്. ഇരുലോകത്തും നിലക്കാത്ത അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന കർമ്മങ്ങളിൽ ഒന്നാണ് അറിവ് സമ്പാദിക്കൽ. മനസ്സിലാക്കുക. പിന്നെന്താണ്? 3 കർമ്മങ്ങൾ ഒഴികെ എല്ലാം അവസാനിക്കും. ഏതാണ് ആ 3 കാര്യങ്ങൾ? മനുഷ്യൻ മരിച്ചാൽ അവൻ്റെ കർമ്മങ്ങളെല്ലാം അവസാനിക്കും. 3 കാര്യങ്ങൾ ഒഴികെ: സ്ഥായിയായ സ്വതക്ക, ഉപകാരപ്രദമായ അറിവ്, പിന്നെന്താണ്? അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സദ്വൃത്തരായ സന്താനങ്ങൾ. ഈ 3 കാര്യങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം അവസാനിക്കും. മനസ്സിലാക്കുക. പിന്നെന്താണ്? അദബുകൾ പാലിച്ചു പഠിച്ചാൽ മാത്രമേ അറിവ് ഉപകാരപ്പെടുകയുള്ളൂ. വിദ്യാർത്ഥി പാലിക്കേണ്ട അദബുകൾ പറയുന്നുണ്ട് പാഠഭാഗത്തിൽ. നന്നായി മനസ്സിലാക്കുക. ഉപന്യസിക്കാൻ വന്ന് നമുക്ക് എഴുതാൻ കഴിയണം. എന്തൊക്കെയാണ്? പഠനം അല്ലാഹു തആലയുടെ തൃപ്തിക്ക് വേണ്ടി ആയിരിക്കുക. പിന്നെ പഠനം തുടങ്ങുമ്പോൾ ബിസ്മി, ഹംദ്, സ്വലാത്ത് എന്നിവ ചൊല്ലുക. മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, മുസന്നിഫുകൾ തുടങ്ങിയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ചോദിച്ചു പഠിക്കുക. ചോദിച്ചു പഠിക്കാൻ ലജ്ജിക്കാതിരിക്കുക. അധ്യാപകർ, ആലിമുകൾ എന്നിവരെ ആദരിക്കുക. പഠനോപകരണങ്ങൾ, പാഠപുസ്തകങ്ങൾ, പഠിക്കുന്ന സ്ഥലങ്ങൾ, സ്ഥാപനങ്ങൾ തുടങ്ങിയവയെ ബഹുമാനിക്കുക. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക. തിന്മകൾ വർജിക്കുക. ഉത്സാഹിച്ചു പഠിക്കുക. റബ്ബി സിദ്നി ഇൽമൻ, റബ്ബേ എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരേണമേ. അപ്പം അത് നന്നായി മനസ്സിലാക്കുക. ആ പാഠം അറിവിനെ കുറിച്ചുള്ളത്. അപ്പോൾ 11ാമത്തെ പാഠഭാഗം വരെ എത്രയാണ് നിങ്ങൾക്ക് ഈ സെപ്റ്റംബർ അവസാനം വരെ എടുക്കുന്ന സിലബസ് പ്രകാരം വരുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും പറഞ്ഞ് തെറ്റിപ്പോയത് കട്ട് ചെയ്യാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.